ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഈ കറുത്ത പുള്ളികളെയും വെളുത്ത പുള്ളികളെയും കുറിച്ചിട്ടാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. ചില മരങ്ങളുടെ ഇലകളിൽ ഇങ്ങനെ കറുത്ത പുള്ളികൾ കാണാറുണ്ട്. ചില പ്ലാവ്, മാവ് അങ്ങനത്തെയൊക്കെ മരങ്ങളിൽ ഉണ്ടാവാറുണ്ട്. നമ്മുടെ മുറ്റത്ത് അങ്ങനത്തെ മരങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെടി എൻ്റെ ചുവട്ടിൽ നിന്ന് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ഇതൊരു പകരുന്ന രോഗമാണ്. ഇപ്പം സാധാരണ ഡെൻഡ്രോബിയത്തിലും കാറ്റ്ലിയിലൊക്കെ കാണാറുണ്ട്. ഇങ്ങനത്തെ ചെടികളുണ്ടെങ്കിൽ ഇത് മറ്റുള്ള ചെടികളിൽ നിന്ന് മാറ്റി വയ്ക്കുക. നല്ലപോലെ കാറ്റും വെയിലും ഒക്കെ കിട്ടുന്ന കാറ്റും വെളിച്ചവും കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ പോട്ടിങ് എല്ലാം എടുത്ത് കളയും. ഈർപ്പം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത് കൂടുതലായിട്ട് വളരുന്നത്. നല്ലപോലെ ഈർപ്പം, മഴയത്ത്, മഞ്ഞ് അങ്ങനെയുള്ള കാലാവസ്ഥയിലാണ് ഇത് കൂടുതൽ വ്യാപിക്കുന്നത്. അപ്പം നമ്മുടെ തൊണ്ടുണ്ടെങ്കിൽ തൊണ്ടിൽ ഇങ്ങനെ ഈർപ്പം കൂടുതൽ നിൽക്കില്ല. അപ്പോൾ തൊണ്ടെല്ലാം എടുത്ത് മാറ്റിക്കളയാം. അപ്പോൾ മഴ പെയ്തുകൊണ്ട് പൊതുവേ ഓർക്കിഡിനെ അധികം വെച്ചിരിക്കുന്ന തൊണ്ടുകൾ, കോക്കോ ചിപ്സ് ഒക്കെ എടുത്ത് മാറ്റാം. ഫെലനോപ്സിസ് ഒക്കെ നിങ്ങൾ കോക്കോ ചിപ്സിലാണ് വെച്ചേക്കുന്നത്, അത് മാറ്റി വെറും കരിയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡെൻഡ്രോബിയത്തിനാണെങ്കിലും അധികം കുത്തി നിറച്ച് വെച്ചേക്കുന്ന തൊണ്ടെല്ലാം എടുത്ത് കളഞ്ഞിട്ട് 1-2 തൊണ്ട് ബാക്കി കരി അങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് വായുസഞ്ചാരത്തിന് നല്ലത്. അല്ലെങ്കിൽ വേരഴുകി പോകാൻ കാരണമാകും. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിൻ്റെ തൊണ്ട് മാറ്റുക. എന്നിട്ട് ചെയ്യേണ്ടത് ഇതാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടോ? ഹൈഡ്രജൻ പെറോക്സൈഡ് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഇത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുക. തൊണ്ടിലും ഇതിൻ്റെ തണ്ടിലും ഇവിടെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കോട്ടനോ വൃത്തിയുള്ള തുണിയോ വെച്ചിട്ട് നല്ലപോലെ തുടയ്ക്കുക. ഇങ്ങനെ അമർത്തി തുടയ്ക്കുക. തുടച്ച് ഫുള്ളിങ്ങനെ തുടയ്ക്കുക. ഓക്കെ, എല്ലായിടത്തും തുടയ്ക്കുക. ആദ്യം കുറച്ചുള്ളിടത്ത് തുടയ്ക്കുക, പിന്നെ കൂടുതലുള്ളിടത്ത് തുടയ്ക്കുക. ഇങ്ങനെ നല്ലപോലെ തുടച്ച് കൊടുക്കണം. അങ്ങനെ അമർത്തി തുടയ്ക്കണം. തുടച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അറിയാമല്ലോ, ഒരു ചെറിയ അളവ് ഫംഗിസൈഡ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുന്ന അറിയാമല്ലോ, അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ പോട്ടിൽ സ്പ്രേ ചെയ്യണം, ഫുള്ള് സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്തിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് ഉണക്കിയെടുക്കണം. നമ്മൾ ഇനി ഇതിനെ പോട്ട് ചെയ്ത് വെക്കുന്നത് ഒരു ഓട് കഷ്ണം ഇട്ട് ഈ ചെടി എടുത്ത് വെച്ച് കുറച്ച് കരിയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. കരിയും തൊണ്ട് പീസും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈർപ്പം കെട്ടി നിൽക്കുന്ന ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുള്ളൂ. ഇത്രയും ചെയ്ത് വെക്കുക. ഇനി നമ്മൾ അടുത്ത ദിവസം തൊട്ട് ചെയ്യുമ്പോൾ വീണ്ടും സെയിം ഹൈഡ്രജൻ പെറോക്സൈഡ് ഇങ്ങനെ ഒഴിക്കുക. ഇലയുടെ അടിവശത്തും എല്ലാം ഒഴിച്ചിട്ട് നല്ലപോലെ തുടയ്ക്കുക. ഇനി ഇലയുടെ അടിവശത്തായിരിക്കും കൂടുതൽ കാണുന്നത്. ഇങ്ങനെ തുടച്ച് കൊടുക്കുക. 10 മിനിറ്റിന് ശേഷം ഏതെങ്കിലും ഫംഗിസൈഡ് സ്പ്രേ ചെയ്യുക. ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് ഉണക്കുക. പിന്നെ നിങ്ങളെല്ലാ ചെടികളെയും ഇങ്ങനെ ഇല എടുത്തിട്ട് ഇങ്ങനെ നോക്കണം. ചെറുതായിട്ടെങ്കിലും ഇത് കാണുന്നുണ്ടോ എന്ന് നോക്കണം. ചെറുതായിട്ടൊക്കെ ഉള്ളെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും. കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ ദിവസം ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഈർപ്പമില്ലാത്ത സാഹചര്യത്തിൽ, അതായത് ഈ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് ഈർപ്പം ഉണക്കിയതിന് ശേഷം നമ്മൾ തൂക്കിയിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കാറ്റിൻ്റെ വേരിനൊക്കെ നല്ലപോലെ വായുസഞ്ചാരം കിട്ടും. തൂക്കിയിടുന്നതായിരിക്കും നല്ലപോലെ കാറ്റ് കിട്ടും. പിന്നെ വെളിച്ചം ഉണ്ടാവണം. നല്ല വെയിൽ വേണമെന്നില്ല, കുറച്ച് വെട്ടമൊക്കെ ഉള്ളതാണ് നല്ലത്. പിന്നെ ചെറുതായിട്ടുള്ള ചെടികളിൽ ആദ്യം ചെയ്യണം, പിന്നെ ഒത്തിരി കൂടുതലുള്ള ചെടികളിൽ ചെയ്യണം. ഇത് ഫുള്ള് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കണം. പിന്നെ ഫംഗിസൈഡ് യൂസ് ചെയ്യാനില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആര്യവേപ്പിൻ്റെ ഇല തിളപ്പിച്ച് ഒഴിക്കണം. അങ്ങനെ ഇത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. എല്ലാ ചെടിയുടെ ഇലയിൽ പോയി നോക്കണം ഉണ്ടോ എന്ന്. എന്നിട്ട് അത് ആദ്യം ചെയ്യണം. ഇനി ഈ യൂസ് ചെയ്ത തുണിയോ കോട്ടനോ അത് അന്ന് തന്നെ കളയണം. അടുത്ത ദിവസം അടുത്ത കോട്ടൺ എടുക്കണം. ഒരു ചെടിക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് അടുത്ത ചെടിക്ക് ഇങ്ങനെ തൂക്കാൻ പാടില്ല. ഇത് പറ്റി വരും, കാണാൻ പറ്റും. ചെറിയൊരു കളറിൽ ഇതിങ്ങനെ മങ്ങി വരും. കുറേ ദിവസം കഴിയും തോറും ഇതിങ്ങനെ കുറഞ്ഞ് വരും. എത്ര അളവിലുണ്ടെങ്കിലും നമുക്കിങ്ങനെ ചെയ്ത് അത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇത്രയും നല്ല ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. ഓക്കെ, താങ്ക് യു.